ഫുട്ബോള് ലോകപ്രശസ്തമായ ഒരു കായിക വിനോദമാണ്. ലോകപ്രശസ്തം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ലോക പ്രശസ്തിയിൽ ക്രിക്കറ്റിനെ പോലെ കടത്തിവെട്ടുന്ന ഒരു വിനോദമാണ് ഫുട്ബോൾ, കാൽപന്ത് കളി. ഏത് ഗ്രാമങ്ങളിൽ, ഏത് രാജ്യത്തെ ഏത് ഗ്രാമങ്ങളിൽ പോയി നോക്കിയാലും കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ ഇതിൽ തൽപരരാണ്. നമ്മൾക്കതറിയാം. പക്ഷെ വേറൊരു പദമുണ്ട്, ഫുട്ബോൾ ഫീവർ. ഫീവർ എന്ന് പറയുമ്പോൾ ഒരു രോഗമാണ്, പനി. നമ്മുടെ മലയാളത്തിൽ പനി എന്ന് പറയും. എങ്കിലും ഫുട്ബോൾ ഫീവർ എന്ന് പറയുമ്പോൾ ആ രോഗത്തെ അല്ല ഉദ്ദേശിക്കുന്നതെങ്കിലും പലപ്പോഴും ഫുട്ബോളിനെ പറ്റിയും ഫുട്ബോൾ കളിക്കാർക്ക് ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയും ഒരുപാട് പഠനങ്ങൾ ലോകത്ത് മുഴുവൻ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പഠനത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. വെൽക്കം ബാക്ക് ടു സില്ലി ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ്. ഇരുപത്തിയഞ്ചാം വയസ്സിൽ തന്നെ മറ്റൊരു ശാസ്ത്രജ്ഞനും ഇന്നുവരെ പരിഗണിച്ചിട്ടില്ലാത്ത ഒരു നിർണായക കണ്ടെത്തലാണ് ഡോക്ടർ യുവാൻ ഫിലിപ്സ് നടത്തിയത്. ഡോക്ടർ യുവാൻ ഫിലിപ്സ് ഇതുപോലെ അനേകം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫുട്ബോളിൽ മാത്രമല്ല, മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, മറ്റ് നിത്യജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ആ ജോലിയാൽ അല്ലെങ്കിൽ കളിയാൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളെ പറ്റി അദ്ദേഹം അനവധി തവണ പഠിച്ചിട്ടുണ്ട്. യുവാൻ ഫിലിപ്സ് നടത്തിയത് ഫുട്ബോളിൽ ഇത് യഥാർത്ഥ മാറ്റത്തിന് വഴി തുറക്കുന്ന ഒരു നിമിഷമാകുമെന്ന് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെയാണ് അദ്ദേഹം ഈ പഠനങ്ങൾ നടത്തിയത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ഇതിന് അദ്ദേഹത്തിന് ഉത്തേജനം കിട്ടിയത്. വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം പല രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഫുട്ബോൾ താരങ്ങളിൽ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ, നാഡീക്ഷയ രോഗങ്ങൾ, നാഡീകോശങ്ങളുടെ കഴിവ് കുറഞ്ഞു വന്ന് ഓർമ്മശക്തി പോലും നശിച്ചു പോകുന്ന തരം രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡിമെൻഷ്യ കൂടുതലായി കണ്ടുവരുന്നതിനെ കുറിച്ച് അദ്ദേഹം പഠനങ്ങൾ നടത്തി. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം വായിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് പരീക്ഷണശാലകളിൽ പോയി. അതോടെയാണ് പന്ത് തലകൊണ്ട് ഇടിക്കുന്ന സമയത്ത് തലച്ചോറ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായത്. തുടർന്ന് ലെഫ്റ്റ്ബറോ സർവകലാശാലയിൽ അദ്ദേഹം PhD ഗവേഷണം ആരംഭിക്കുകയാണ് ഉണ്ടായത്. 5 വർഷം നീണ്ട പഠനത്തിനൊടുവിൽ ലഭിച്ച കണ്ടെത്തലുകൾ ഈ രംഗത്തെ വിദഗ്ധരെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. ഗവേഷണം ആരംഭിച്ച സമയത്ത് തന്നെ നിരവധി പേർ സംശയങ്ങളുമായി രംഗത്ത് വന്നു. ഡോക്ടർ ഫിലിപ്സ് പറയുന്നു, ഈ മേഖലയിലെ പ്രമുഖ ഗവേഷകർ പോലും പ്രഷർ വേവ്സ് എന്നൊരു ആശയത്തെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടേ ഇല്ലായിരുന്നു. പ്രഷർ വേവ്സ്, സമ്മർദ്ദ നാളികള്, മേളകള് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിന് വലിയ പ്രസക്തി ഇല്ലെന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവരുടെ നിലപാട് അതായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ പിന്തിരിപ്പിച്ചില്ലെന്നാണ് ഫിലിപ്സ് പറയുന്നത്. സ്വന്തം ആശയത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ലിവർപൂളിന്റെ മുൻ പരിശീലകൻ യൂർഗൻ ക്ലോപ്പിന്റെ വാക്കുകൾ കടമെടുത്താൽ സംശയിച്ചവരെ വിശ്വസിപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഡോക്ടർ ഫിലിപ്സ് വളർന്നത് തന്നെ ആ പ്രത്യേക പ്രതിബദ്ധതയോടുകൂടിയാണ്. കായിക രംഗത്തോട് ചെറുപ്പം മുതൽ തന്നെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു ഡോക്ടർ ഫിലിപ്സ്. അദ്ദേഹം കായികം മനുഷ്യന്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒന്നാണെന്നും അതേസമയം അതിനെ കൂടുതൽ സുരക്ഷിതം ആക്കേണ്ടത് അനിവാര്യമാണെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരക്ഷിതമായിരിക്കണം എല്ലാ പ്രവൃത്തി രംഗങ്ങളും. ഫുട്ബോൾ തലകൊണ്ടിടിക്കുന്ന ഒരു ഹെഡർ നിമിഷ നേരം മാത്രമേ ആ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുള്ളൂ. അത് ഒരുപക്ഷെ ആ കളിയിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം സമയത്തിന് ആ ഹെഡ് ചെയ്യുകയാണെങ്കിൽ. സാധാരണഗതിയിൽ അത് മസ്തിഷ്ക ആഘാതത്തിന്, ഒരു കൺകഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകാറില്ല. എന്നാൽ വർഷങ്ങളോളം ഇത് ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കളിക്കാരന് ചെറിയ ആഘാതങ്ങൾ ചില തരങ്ങളിൽ, പ്രത്യേകിച്ച് ഡിമെൻഷ്യ പോലുള്ള മസ്തിഷ്ക ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിന് ഉണ്ടാവാൻ കാരണമാകുന്നു. ഇത് അദ്ദേഹത്തിന്റെ പഠനം സൂചിപ്പിക്കുന്നു. ഒരു കളിക്കാരന്റെ കരിയറിൽ ഉടനീളം സംഭവിക്കുന്ന ഇത്തരം ചെറിയ ആഘാതങ്ങൾ ക്രമേണ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഡോക്ടർ ഫിലിപ്സിന്റെ വിശദീകരണം. നിങ്ങൾ ഒരു പക്ഷെ നോക്കിക്കാണാം, ഒരുപാട് ദൂരയാത്ര ഒരു ഇരുചക്ര വാഹനത്തിൽ ചെയ്യുന്ന വ്യക്തികൾ ഹെൽമെറ്റ് മുഴുവൻ വയസ്സിലോട്ട് താഴ്ത്തിയില്ലെങ്കിൽ, ഒരു പക്ഷെ വലിയ കോളർ ഉണ്ടെങ്കിൽ, അത് കട്ടിയില്ലാത്ത കോളറാണെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും മുഖത്തോ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അതൊരു ചെറിയ അടി മാത്രമാണ്. എന്നാൽ ഒരു വലിയ ദൂരം അത് ചെയ്യുമ്പോൾ കുറേ സമയം അടിച്ചതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ക്ഷതം സംഭവിച്ച പോലെ തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാണ് ഹെഡിങ്ങിന്റെ സമയത്തും
തലകൊണ്ട് പന്ത് ഇടിക്കുന്ന സമയത്തും സംഭവിക്കുന്നത്. ഒരു തവണ ഇടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന് വരാം. എന്നാൽ അനേക തവണ ഇത് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മരിച്ച ഫുട്ബോൾ താരങ്ങളുടെ തലച്ചോറിൽ നടത്തിയ പരിശോധനകൾ തലച്ചോറിന്റെ മുൻഭാഗത്ത്, അതായത് നമ്മൾ പറയും ഫ്രണ്ടൽ റീജിയൻ, കേടുപാട് കൂടുതലുള്ളതായി കാണപ്പെടുന്നു. അദ്ദേഹം തന്റെ പഠനത്തിൽ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാലാണ് പന്ത് തലയിൽ പതിക്കുമ്പോൾ തലച്ചോറിനുള്ളിലൂടെ പ്രഷർ വേവ്സ് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് ആരും ഈ സാധ്യതയെക്കുറിച്ച് ഒരുപക്ഷെ ആ പേര് പോലും ആരും അംഗീകരിക്കാത്തൊരു പേര്, പ്രഷർ വേവ്സ് ഇൻ ബ്രെയിൻ എന്നുള്ളത് അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ഇംഗ്ലണ്ട് ഫുട്ബോൾ അസോസിയേഷൻ തന്നെ സഹായത്തോടെയാണ് ഈ പഠനങ്ങൾ നടത്തുന്നത്. ഫുട്ബോളിന്റെ ചരിത്രത്തിലുടനീളം ഉപയോഗിച്ചിരുന്ന വിവിധ തരം പന്തുകൾ പരിശോധിക്കുകയും അവയുടെ രൂപകൽപ്പന അപകട സാധ്യതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്നത് വരെ, പ്രത്യേകിച്ച് മാർക്കറ്റിംഗില് നീഡ് ഇതിനെ പറ്റി പറയാറുണ്ട്. ഫെൽറ്റ് നീഡ്, ഇംപ്ലൈഡ് നീഡ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു നീഡ് ഇല്ലാത്തൊരു സാധനമായിരുന്നു സ്മാർട്ട് ഫോൺ, മൊബൈൽ ഫോൺ തന്നെ. എങ്കിലും അങ്ങനെ ഒരു ഉപകരണം കണ്ടുപിടിച്ചപ്പോൾ അതൊരു നീഡ്, പ്രത്യേക നീഡായി വളർന്നു വന്നു. ഇതേ തത്വം തന്നെയാണ് ഈ പ്രഷർ വേവ്സിന്റെ കാര്യം. അങ്ങനെ ഒരു സാധനം ഉള്ളത് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും ഇത് പറഞ്ഞ് അത് തെളിയിച്ചപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായി. തന്റെ സിദ്ധാന്തം പരിശോധിക്കാൻ ഗവേഷക സംഘം അത്യാധുനിക പ്രഷർ സെൻസറുകൾ ഘടിപ്പിച്ച ഒരു പ്രത്യേക തലയുടെ മാതൃകയുണ്ടാക്കി. പ്രഷർ സെൻസറുകൾ ഘടിപ്പിച്ച് ഒരു ഹെഡ് മോഡൽ നിർമ്മിച്ചു. തുടർന്ന് ശക്തിയേറിയ ഒരു ബോൾ കാനൻ. എന്താണ് ബോൾ കാനൻ? ഈ ഫുട്ബോള് ഒരു നല്ല ആവറേജ് ശരാശരി കളിക്കാരന്റെ കാലുകൊണ്ട് അടിച്ചു തെറിപ്പിച്ച് അതങ്ങനെ മറ്റെവിടെയും തൊടാതെ വരുമ്പോൾ അത് ചാടി ഹെഡ് ചെയ്യുന്ന ആളെ തലയ്ക്ക് ഏൽക്കുന്ന ആ ഒരു ആഘാതം എത്രയുണ്ടെന്ന് അറിഞ്ഞ് അതേ ആഘാതത്തിന്റെ അളവില് ഒരു വെടിവെച്ച പോലെ, കാനൺ, പീരങ്കി പോലെ വെടിവെക്കുന്ന ഒരു യന്ത്രം ഉണ്ടാക്കി. ഫുട്ബോൾ വെടിവെച്ചിടുന്ന യന്ത്രം ഉണ്ടാക്കി. അത് വന്ന് നേരെ പതിക്കുന്നത് ആ പ്രത്യേക അകരത്തിൽ വെച്ച ഈ ഹെഡ് മോഡൽ, തല മോഡലിനോടാണ്. ആ മാതൃക തലയൊട്ടിയിലേക്ക് വിക്ഷേപിച്ച പന്തുകൾ വന്ന് പതിക്കുമ്പോൾ ഈ പ്രഷർ സെൻസറുകൾ അത് അളക്കുന്നു, അതിനെ വിലയിരുത്തുന്നു. അതിന് അത്യന്താധുനിക AI സിസ്റ്റം ഉപയോഗിച്ച് പഠിക്കുന്നു ആ ഇമ്പാക്റ്റിനെ. അപ്പോ സാധാരണയായും പലതരം പന്തുകളുണ്ട്. പഴയ തുകൽ പന്തുകളുണ്ട്. ആ തുകൽ പന്തുകൾ ഒരുപക്ഷെ നനയുമ്പോഴൊക്കെ വെള്ളം കുടിക്കും. ആധുനിക ഫുട്ബോളുകൾ വരെയുള്ള 20 തരം പന്തുകൾ ഈ ഗവേഷകർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ തരം പന്തുകൾ. അപ്പൊ വെള്ളം കുടിച്ച് ഭാരമുള്ളതായി മാറുന്ന പഴയകാല തുകൽ പന്തുകളാണ് കളിക്കാർക്ക് ഏറ്റവും ദോഷം എന്ന് പലരും പറഞ്ഞിരുന്നു. അടിസ്ഥാനമായി അതിന് തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അതായത് എംപിറിക്കൽ ഡാറ്റ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കേടുപാടുകൾ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന കാര്യം ഇദ്ദേഹം കൂടുതൽ ഗവേഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വ്യക്തമായ തെളിവ് ഇതിലും ലഭിച്ചിരുന്നില്ല. അപ്പൊ നനഞ്ഞ തുകൽ കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. നനഞ്ഞ തുകൽ പന്തുകളുടെ ആഘാതം കൂടുതലാക്കിയിരുന്നെങ്കിലും ആധുനിക പന്തുകൾ നനഞ്ഞാലും ഉണങ്ങിയാലും ശരി അതേ അളവിലോ അതിൽ കൂടുതലോ ആഘാതം തരുന്നതായി അദ്ദേഹം കണ്ടെത്തി. അപ്പൊ നനഞ്ഞ തുകൽ അല്ല പ്രശ്നം, അതൊരു വിശ്വാസം മാത്രമായിരുന്നു. അതിന് എംപെറിക്കൽ ഡാറ്റയുടെ ബാക്കപ്പ് ഇല്ല. പ്രത്യേകിച്ച് ഉണങ്ങിയ അവസ്ഥയിൽ പഴയ തുകൽ പന്തുകൾ ചില ആധുനിക പന്തുകളേക്കാൾ 55 മടങ്ങ് കൂടുതൽ ഊർജം കൈമാറുന്നു. അതായത് എനർജി ട്രാൻസ്ഫർ, പന്തിൽ നിന്നും തലച്ചോറിലേക്കും ഉള്ളിലേക്കുമുള്ള എനർജി ട്രാൻസ്ഫർ, തലച്ചോറിന്റെ ഭാഗങ്ങളിലൂടെ എനർജി ട്രാൻസ്ഫർ 55 മടങ്ങായിരുന്നു. ഫിലിപ്സ് പറയുന്നത് എന്റെ ദീർഘകാല പരീക്ഷണാനുഭവത്തില് 10% വ്യത്യാസം പോലും വലിയ കാര്യമാണ്. അപ്പൊ ഈ 55% കാര്യം പറയാനില്ല. എന്നാൽ ഇവിടെ കണ്ട വ്യത്യാസം അതിലും വളരെ കൂടുതലാണ്, 55% കൂടുതലുമാണ്. എന്നിരുന്നാലും ഈ പന്തുകളെല്ലാം ഫുട്ബോളിന്റെ ഔദ്യോഗിക നിയമങ്ങൾ പാലിക്കുന്ന അംഗീകൃത പന്തുകൾ തന്നെയാണ്. അതായത് ഫിഫ അസോസിയേഷന്റെയും മറ്റു മെഡിക്കൽ അസോസിയേഷന്റെയും സ്പോർട്സ് മെഡിസിനിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന ആളുകളുടെയും അംഗീകാരം നേടിയിട്ടുള്ള അങ്ങനെയുള്ള സംഘടനകളുടെ അംഗീകാരമുള്ള പന്തുകൾ തന്നെയാണ് പരീക്ഷ വിധേയമാക്കിയത്. ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം പന്തുകളുടെ ബ്രാൻഡോ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമോ അല്ല, മറിച്ച് അവയുടെ ഘടനാപരമായ രൂപകൽപ്പന തന്നെയാണ്, കൺസ്ട്രക്ഷൻ ആണെന്ന്. ദ ബോൾ കൺസ്ട്രക്ഷൻ. അപ്പൊ ബോൾ കൺസ്ട്രക്ഷനിൽ നമ്മൾ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ പഠനം സൂചിപ്പിക്കുന്നു. ആധുനിക ഫുട്ബോളുകളിൽ സാധാരണയായി നിരവധി പാളികൾ, ലെയേഴ്സ് ഉണ്ട്, നിരവധി പാളികളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ലെയർ നോക്കാം. ഒരു ആധുനിക ഫുട്ബോളിന്റെ ഉള്ളില് പഴയ ഫുട്ബോളിനെ പോലെ തന്നെ ഒരു ആന്തരിക വായു അറയുണ്ട്, ബ്ലാഡർ എന്ന് നമ്മൾ പറയുന്ന വായു അറയുണ്ട്.
റബ്ബർ ആയിരിക്കും മിക്കവാറും, സിന്തറ്റിക്കോ അല്ലെങ്കിൽ നാച്ചുറലോ ആയിട്ടുള്ള റബ്ബർ ആയിരിക്കും. അതിന്റെ മുകളിൽ ഒരു വസ്ത്രപാളിയുണ്ട്, ടെക്സ്റ്റൈൽ ലെയർ സംരക്ഷിക്കാൻ വേണ്ടി. തുടർന്ന് അതിന് നുരപ്പാളിയുണ്ട്. നുരപ്പാളി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോം ഉണ്ട്. പിന്നെയും അതുപോലുള്ള മറ്റു അനവധി പാളികൾ ചേർന്നതാണ് ഈ ഫുട്ബോളിന്റെ ഘടന. അപ്പൊ ലെതറിന്റെ ഒരു പാളിയും ഒരു ബ്ലാഡറും ഉള്ള ആ അവസ്ഥയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നർത്ഥം. ഈ പാളികൾ പലതും പരസ്പരം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ലാമിനേറ്റ് ചെയ്ത അവസ്ഥയിലാണുള്ളത്. അവിടെയും ഒരുപാട് രാസപദാർത്ഥങ്ങളും മറ്റും കൃത്രിമമായ ഒരുപാട് പദാർത്ഥങ്ങൾ ചേർക്കപ്പെടുന്നുണ്ട്. അതിലൂടെ വളരെ കാഠിന്യമുള്ള ഒരു സ്റ്റിഫ് ഘടന ഇതിന് പലപ്പോഴും രൂപഘടനയിൽ വന്നു ചേരുന്നു. വളരെ ലളിതമായ ഒരു തുകൽപ്പാളി മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പഴയ പന്തുകളെക്കാൾ കൂടുതൽ കാഠിന്യമേറിയതായിരിക്കും ഇപ്പോഴത്തെ ആധുനിക പന്തുകൾ. പരീക്ഷണത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നതിനായി ഫിലിപ്സ് ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ നിർത്തുകയാണ്. ഒരു മേശയിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മേശയിൽ നമ്മൾ ഒരു താളടിക്കുന്ന പോലെ ശക്തിയായ 2 ഇടി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു റിപ്പിൾ ഉണ്ടാവുന്നു ഗ്ലാസ്സിലെ വെള്ളത്തിൽ. അതൊരു വേവ്, അതായത് തരംഗങ്ങളായിട്ട് അങ്ങനെ പോകുന്നു. ആ വെള്ളത്തിലെ തരംഗങ്ങൾ പോലെ തന്നെയാണ് തലച്ചോറിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്. ഒരു ഹെഡിങ്ങിന് ഒരു ബോൾ ഹെഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്ട് ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെ തരംഗങ്ങൾ രൂപപ്പെടുന്നു. ഈ പ്രക്രിയ സാധാരണയായി ന്യൂറോ ഡീജനറേറ്റീവ് കാരണങ്ങളാവുന്നു. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കുറേശ്ശെ തുടർച്ചയായുള്ള തരം താഴലിന് കാരണമാകുന്നു, പ്രവർത്തന ശേഷി നഷ്ടപ്പെടലിന് കാരണമാകുന്നു. അപ്പൊ ഫുട്ബോൾ തലയുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ആവർത്തിച്ച് ആയുധങ്ങൾ പ്രയോഗിക്കുന്ന റിപ്പീറ്റഡ് വെപ്പൺ ഫയറിങ്ങിന് പോലെ തന്നെ ചക്ന്ന് റീകോയിൽ ചെയ്യുന്ന പഴയ കാലത്തെ തോക്കുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വ്യക്തികൾക്ക് നേരിടുന്ന സ്ഫോടന ആഘാതാവിഷ്കാരത്തോട് ബ്ലാസ്റ്റ് എക്സ്പോഷർ എന്ന് പറയും. സാമ്യമുണ്ട് ഈ ഫുട്ബോളിന് ഈ ആഘാതത്തിനും. അപ്പൊ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ ചിന്തിക്കാതിരിക്കേണ്ട വസ്തുവല്ല, ചിന്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം ഈ മർദ്ദ തരംഗം, അതായത് പ്രഷർ വേവ്സ് തല ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം തൽക്ഷണമായിട്ട് രൂപപ്പെടുന്നു. ഹെഡറിന്റെ ആ മൂവ്മെന്റ് അവർ പഠിച്ചിരുന്നു. ഈ മൂവ്മെന്റിന് മുന്നേ തന്നെ ഈ പ്രഷർ വേവ്സിന്റെ കാര്യങ്ങൾ അവിടെ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബോൾ ഇടിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ അത് മറ്റൊരു രീതിയിലാവുകയും ചെയ്യുന്നു. കളിക്കാരന്റെ മാനസിക നില പോലും ഈ അവസ്ഥയുടെ വർദ്ധിപ്പിന് കാരണമാകുന്നു. ഒരു ഫുട്ബോൾ കളിക്കാരന്റെ കരിയറിന്റെ ദൈർഘ്യത്തില് പരിശീലനത്തിന്റെയും മത്സരങ്ങളുടെയും ഭാഗമായിട്ട് അദ്ദേഹം ആയിരക്കണക്കിന് തവണ ഈ ഒരു തലപ്പന്ത് കളിക്കുന്നു. അതുകൊണ്ട് തലകൊണ്ട് പ്രഹരം നടത്തുന്നു. അങ്ങനെ അതിന് നമ്മൾ ഹെഡ് ദ ബോൾ എന്ന് പറയുന്നു. ആ ഓരോ ആഘാതവും കളിക്കാരന്റെ മസ്തിഷ്കത്തിന് ഇത്തരമുള്ള ഒരു ഡീജനറേറ്റീവ് രംഗത്തേക്ക് നയിക്കുകയാണ്. സൂക്ഷ്മമായ മർദ്ദ തരംഗങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ തലച്ചോറിലൂടെ കടന്നു പോകുന്നു. ഫിലിപ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഗവേഷണം ചിലർക്കെങ്കിലും വളരെ വൈകിയാണ് എത്തിയെന്ന തോന്നൽ എനിക്കുണ്ട്. ഇതിനകം ബാധിക്കപ്പെട്ട ആളുടെ ആരോഗ്യ ഭാവിയിൽ എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് കളിക്കാർക്ക് ഈ പ്രശ്നം ഉണ്ട് താനും. പലപ്പോഴും അൽസീമേഴ്സ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വരും തലമുറകളെ സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കുന്ന രീതിയിൽ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ഒരു ദിശ എന്റെ ഗവേഷണം നൽകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അതേസമയം ഫുട്ബോൾ കളിയുടെ ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു. നമ്മുടെ വിവേകാനന്ദൻ പോലും പറഞ്ഞിരുന്നു, ഫുട്ബോൾ കളിക്കൂ, നല്ല ശരീരം ഉണ്ടാക്കും എന്നുള്ളത്. എന്നാൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ആഘാതങ്ങൾ ശരീരത്തിൽ ഏൽക്കാതെ നോക്കുകയും ആഘാതങ്ങൾ തുടർച്ചയായി ഏൽക്കുന്ന ഇടത്ത് അതിനെ സംരക്ഷിക്കുന്ന കവചങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇത് ക്രിക്കറ്റിലും കൂടുതൽ തന്നെയാണ്. ഫുട്ബോളിൽ ഇങ്ങനെ ഒരു കളി നടക്കുമ്പോൾ നാഡീക്ഷയ രോഗങ്ങളുടെ സാധ്യത കൂടുതലാവാനുള്ള ഈ കാര്യങ്ങൾക്ക് ഇനിയും പഠനങ്ങൾ നടക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റിന്റെ വർധനവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, യഥാർത്ഥ ശതമാനം എത്രയാണ്, ശരാശരി ഇമ്പാക്ട് എത്രയാണ് എന്നെല്ലാം ഇനിയും അളന്ന് തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ചെറുതാണെങ്കിലും അത് വലിയ കാര്യമാണ്. അതിനാൽ ഈ വിഷയത്തെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. ആളുകൾ ഭയപ്പെടുകയോ ഫുട്ബോൾ കളി ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട. മാത്രമല്ല, ഫുട്ബോൾ കളി കണ്ടിരിക്കുമ്പോൾ പോലും ഒരുതരം ആഘാതം അത് നൽകപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു വിചാരമാണ്. അത് മാനസികമായിരിക്കാം. ഈ മർദ്ദതരംഗത്തിന്റെ പ്രശ്നം കുറയ്ക്കാനോ പരിഹരിക്കാനോ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അതാണ് ഈ ഗവേഷണത്തിന്റെ പ്രധാനം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഗവേഷണങ്ങളുടെ അടിസ്ഥാനമാക്കി യഥാർത്ഥ കളിസ്ഥലങ്ങളിലും പരിശീലന പദ്ധതികളിലും ഉപയോഗിക്കുന്ന പ്രായോഗിക പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ കൂടുതൽ ഗവേഷണം അനിവാര്യമാണ് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അദ്ദേഹം വീണ്ടും അത് പറഞ്ഞു. പ്രധാന ഘടകം
വിവിധ വ്യക്തിയുടെ തലയോട്ടികളുടെ സ്കള്ള്, അതായത് സ്കള്ള്, അതിന്റെ വ്യത്യാസമാണ്. അവരുടെ പരീക്ഷണത്തില് ജപ്പാനിൽ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ ലഭിച്ച പ്രായപൂർത്തിയായ ഒരു ജാപ്പനീസ് പുരുഷന്റെ ശരാശരി MRI വിവരങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഈ കൃത്രിമ ശിരസ്. അതിനെയാണ് ഈ ഡമ്മി ശിരസ്. അതിനാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. അതാണ് ഫിലിപ്സ് ഈ പരീക്ഷണത്തെ കുറിച്ച് പത്രക്കാരോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പ്രധാന വിഷയങ്ങളൊന്ന്, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തലയൊട്ടികൾ ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളുടെ തലയൊട്ടിക്ക് അതിന്റെ കനം, തിക്നെസ് എന്ന കാര്യത്തിലും ജ്യാമിതീയ ഘടന, അതായത് ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന കാര്യത്തിലും പുരുഷന്മാരുടെ നിന്ന് പല വ്യത്യാസങ്ങളുണ്ട്. അനാറ്റമിക്കൽ വ്യത്യാസങ്ങളുണ്ട്, ശരീരഘടനാപരമായ വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ഈ വ്യത്യാസങ്ങളുടെ ആഘാതത്തെ ബലത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് അതിന് പ്രത്യേക പഠനം തന്നെ വേണം. എന്നാൽ ഇതുവരെ ഞങ്ങൾ ആഘാതത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഫിലിപ്സും ടീമും പറയുന്നത്. ഭാവിയിൽ നിർബന്ധമായും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഫിലിപ്സിന്റെ അംഗങ്ങളും ഗവേഷണ അംഗങ്ങളും കരുതുന്നു. എത്രത്തോളം ഈ ആഘാതം കിട്ടുമ്പോഴാണ് കേടുപാട് ഉണ്ടാകുന്നത്, അതിന്റെ ഉള്ളിലുള്ള ആഘാതങ്ങൾ കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകുന്നു എന്നെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. നാഡീശാസ്ത്ര വിദഗ്ധരുമായി ചേർന്ന് കൂടുതൽ ഗവേഷണം നടത്താനാണ് ഫിലിപ്സിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ കൂടുതൽ ഫുട്ബോളുകൾ പരീക്ഷിച്ച് ഏത് തരം പന്തുകളാണ് കൂടുതൽ ഈ കാര്യത്തിൽ സുരക്ഷ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിന് പ്രത്യേകമായ ഒരു രൂപകൽപ്പന നമ്മൾ ശാസ്ത്രജ്ഞന്മാർ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. പരിശീലകരും കളിക്കാരും അപകട സാധ്യത മനസ്സിലാക്കാൻ കഴിയും വിധം അതിനെ ഉയർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഗവേഷണത്തിന്റെ പ്രാധാന്യം ആളുകൾ തിരിച്ചറിയണമെന്നും അതിനെ വെറുതെ വിടരുതെന്നും അദ്ദേഹം പറയുന്നു. ആരും ഇടപെടാതെ മാറ്റങ്ങളൊന്നും സ്വയം സംഭവിക്കുന്നില്ല. നമ്മൾ താല്പര്യപരമായി തീരുമാനം എടുക്കുകയും അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം എടുക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും പരിശോധിപ്പിക്കുകയും അതിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ കൊണ്ടുണ്ടായ ഉപകാരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കൂടുതൽ സുരക്ഷിതമായ പുതിയ ഫുട്ബോൾ വിപണിയിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഓരോ മാറ്റങ്ങളും ഉണ്ടാകുന്നത്. അത്തരം ഒരു പന്ത് കളിക്കാരെ തലച്ചോറിൽ കൂടുതൽ സംരക്ഷിക്കുന്നതായിരിക്കും. അതേസമയം ഫുട്ബോളിന്റെ ചാട്ടശേഷിയും ബൗൺസിങ് ഇഫക്റ്റ്, കളിയുടെ നിലവാരവും ഒരിക്കലും നഷ്ടപ്പെടുത്തുകയുമില്ല. അങ്ങനെയുള്ള ബോളുകളായിരിക്കണം. കോവിഡ് കാലത്ത് ആ ലോക്ക്ഡൌൺ സമയത്ത് മനസ്സിൽ കുറച്ച് ഒരു ചെറിയ ആശയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു നല്ല ഗവേഷണ പദ്ധതി ഉണ്ടാക്കിയത്. അപ്പൊ ഏത് കാലത്തും നമ്മൾ കർമ്മവിമുഖരാവേണ്ടതില്ല. അകർമ്മം ഒരിക്കലും നല്ലതുമല്ല. ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞ നിഷ്കാമമായി ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നായിരിക്കും എന്നാണ് ഫിലിപ്സിന്റെ വാക്കുകൾ. പുതിയ ബോള്, ഇമ്പാക്ട്, ഇങ്ങനെയുള്ള ഫുട്ബോൾ കളി മാത്രമല്ല, എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓക്യുപ്പേഷൻ, ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഇങ്ങനെയൊരു ഇമ്പാക്ട് നൽകുന്ന കാര്യമാണെങ്കിൽ അവർ അവരുടെ കുടുംബ വിഷഗ്വരനുമായി ചർച്ച ചെയ്യണം, ഫാമിലി ഡോക്ടറുമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തുകൊണ്ട് അതിന് ഇങ്ങനെയുള്ള ശാരീരികം, പേശീപരം, നാഡീവ്യവസ്ഥാപരമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഇന്റേണിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നും ഭയക്കാനൊന്നുമല്ല, എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അനവധി വിവരങ്ങളടങ്ങിയ, സൂക്ഷ്മമായ വിവരങ്ങളടങ്ങിയ ഒരുപാട് എപ്പിസോഡുകളുമായി വീണ്ടും സില്ലി ടോക്ക് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. സില്ലി ടോക്ക് പതിവായി നിങ്ങൾ കാണുകയും പരസ്പരം അറിയിക്കുകയും വേണം. ഇത് നിങ്ങൾ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. സില്ലി ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ്. താങ്ക് യു വെരി മച്ച്.